കൂട്ടുകാർക്കും RJ's ബുക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് പഴയ കാലത്തുള്ള ഒരു ചെറിയ പലഹാരമാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ചീപ്പപ്പം എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇനങ്ങൾ 1/2 കിലോ മാവ്, 1/4 മുറി തേങ്ങാപ്പാൽ, പിന്നെ 2 മുട്ട, പഞ്ചസാര, ഉപ്പ്, ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് കലക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെല്ലാം കൂടെ മാവിൽ ഒഴിച്ച് നല്ലവണ്ണം കുഴയ്ക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. മുട്ടയും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം കലക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഞവടണം. അര കിലോ മാവിന് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാവ് ഇടിയപ്പത്തിന് നമ്മൾ എങ്ങനെയാണോ വറുക്കുന്നത് അതുപോലെ നല്ലവണ്ണം മൂക്ക വറുത്ത് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഇത് മാസങ്ങളോളം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഈ ചെറുമണി മുത്തുകളായിട്ട് ഇതിനെ ഇങ്ങനെ ഉരുട്ടണം. ഉരുട്ടിയതിന് ശേഷം നമ്മൾ നല്ല പുതിയ ചീപ്പോ അല്ലെങ്കിൽ വാഴപ്പോളയോ ചേർത്ത് ഇങ്ങനെ നമ്മൾ എടുക്കണം. ഇതേപോലെ സീല് വരും അതിൽ. എന്നിട്ട് നമ്മൾ അതിനെ ഉരുട്ടി പ്രത്യേകം നമ്മൾ ഒരു പാത്രത്തിൽ ഇടണം. എല്ലാം ഒരളവിലേ ഉരുട്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പല മൂപ്പായിട്ട് മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഈ വാഴപ്പോളയിൽ ഇങ്ങനെ വെച്ച് ഇത് സീലുണ്ടാക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരും. എന്നിട്ട് അതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മൂക്കാത്ത മാവിൽ ഉണ്ടാക്കരുത്, പിരിഞ്ഞു പോവും. ഇത് നമ്മുടെ ചിറയൻകീഴ്ക്കാരുടെ പ്രത്യേക ഒരു പലഹാരമാണ്. ചിറയൻകീഴ്, വക്കം, കടയ്ക്കാവൂര് എന്നീ ഭാഗങ്ങളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പലഹാരമാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുവാനായിട്ടുള്ള മടി കൊണ്ട് ആരും ഇത് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ നല്ല ജോലിയുള്ളൊരു പലഹാരമാണ്. ഇങ്ങനെ ഇത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ കോരാം. നമ്മൾ ഇത് പിറക്കി ഇടുമ്പോൾ മൂത്ത് വരുമ്പോൾ ഇത് ഒന്നൊന്നോ ആയിക്കൊള്ളും. ഇതൊക്കെ കോരണം. ചീപ്പാണെങ്കിൽ കുറച്ചുകൂടെ ഡിസൈൻ വരും. ഇത് വാഴപ്പോള ആയതുകൊണ്ട് ചെറിയ ഡിസൈനേ വന്നിട്ടുള്ള കൂട്ടുകാരെ, നിങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ ചീപ്പ് മേടിച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഡിസൈൻ വരും.
കൂട്ടുകാരെ, ഇതുപോലെ ഇരിക്കും ഉണ്ടാക്കുമ്പോൾ അതീവ രുചിയുള്ള ഒരു ചെറു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമന്റിലൂടെ അറിയിക്കണം, അറിയിക്കാതിരിക്കരുത്. ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ചീപ്പിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഡിസൈനായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് വാഴപ്പോള കണ്ടിച്ചാണ്. 2 രീതിയിലും ഉണ്ടാക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.